നമസ്കാരം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും വിജയിക്കാത്തത് എന്തുകൊണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ശ്രമിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരാവാം, ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാകാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നതാണ് ചോദ്യം. എസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്ത്, കിട്ടുന്നവരാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച റിസൾട്ടുകളെല്ലാം കിട്ടുന്നു എന്ന് ടൈപ്പ് ചെയ്യുക. അല്ല, കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് നോ എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കട്ടെ എല്ലാവരും എത്രത്തോളം കറക്റ്റ് ഉണ്ട് നോക്കട്ടെ. കാരണം ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് 99% ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ മാത്രമുള്ള കാര്യമൊന്നുമല്ല, ഓൾമോസ്റ്റ് ആൾക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റിയാണ് വിശദമായിട്ട് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, നമ്മുടെ ഈ ആളുകൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരിക്കലും ഒരു പരാജയമൊന്നുമല്ല. ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ പരാജയമാണ് ഏറ്റവും വലിയ വേദന. അല്ലല്ല, പരാജയത്തിനേക്കാളും വലിയൊരു വേദന നമുക്കുണ്ട്. അതായത് നമ്മളെല്ലാ കാര്യവും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇതിൻ്റെ ഒരു 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 അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം ശ്രമിച്ചു, പക്ഷെ കാര്യം നടക്കുന്നില്ല. പരാജയപ്പെട്ടൊന്നുമില്ല അവിടെ. എന്താണ് സംഭവിക്കുക, എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. പല ആളുകൾക്കും ചെറിയ ശ്രമം ചെയ്താലും അവർക്ക് റിസൾട്ടുകൾ വരുന്നുണ്ട്. ഞാനൊക്കെ അങ്ങനെ ആൾക്കാർ ഫ്രണ്ട്സിനെയൊക്കെ നോക്കി, അവരൊക്കെ തലേ ദിവസം എക്സാമിന് പഠിക്കും, രാവിലെ പോയി എക്സാം എഴുതിയിട്ട് വരും, പാസ്സായിട്ട് വരും. നമ്മളിവിടെ ഒത്തി ഇരുന്ന് പഠിച്ചിട്ട് പോലും അവസാനം എക്സാമിന് എഴുതാനോ പറ്റുന്നില്ല. മറ്റു കാര്യങ്ങളും ചില ആൾ ഒറ്റ ഡീല് ഓരോ കസ്റ്റമർ അടുത്ത് പോകും, സംസാരിക്കും, ഓർഡർ എടുത്തിട്ട് വരും. നമ്മളിവിടെ ഇരുന്ന് പഠിച്ച് റെഡിയാക്കി പ്രൊജക്റ്റ് തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ചില ആളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, പെട്ടെന്ന് അവർക്ക് മാറ്റം ഉണ്ടാക്കും. മറ്റു ചിലർ ജീവൻ കൊടുത്ത് പരിശ്രമിച്ചാലും അവിടെ തന്നെ നമുക്ക് സ്റ്റക്കായിരിക്കും എന്നുള്ളത്. ഇത് നിങ്ങൾക്കൊക്കെ പലർക്കും അനുഭവം ഉണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ്. കാരണം പ്രശ്നം നിങ്ങളുടെ ഹാർഡ് വർക്കിലല്ലെന്നും പ്രശ്നം നിങ്ങളുടെ മറ്റെന്തോ ഒരു സാധനത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലാസ് അവസാനം നിൽക്കുമ്പോൾ ഇതെന്തിനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഹാർഡ് വർക്കൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്കിനൊന്നും ഒരു വിഷമില്ല. പക്ഷേ മറ്റൊരു സംഭവം നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയായി മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ തോറ്റുപോകുന്നതിലല്ല, ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതായത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള സഫറിങ് ആണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്. കാരണം നമ്മളെ പുറത്ത് നിന്ന് നോക്കിയാൽ നമ്മളെല്ലാം നോർമലാണ്, പക്ഷെ ഉള്ളിൽ ഫ്ലക്ച്വേഷൻസ്, കമ്പാരിസൺ, ഹോപ്പ്ലെസ് ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് മോട്ടിവേഷൻസ് വീഡിയോസ് കാണും, കോഴ്സുകൾ ജോയിൻ ചെയ്യും, മോട്ടിവേഷൻസ് കേൾക്കും, അമ്പലങ്ങളിൽ പോകും, പ്രാർത്ഥിക്കും, മെഡിറ്റേഷൻ ചെയ്യും, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യും. പക്ഷേ എല്ലാത്തിനും ചേരും 2 ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഓ കമോൺ ഡു ഇറ്റ് ദാസ് ദിസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം പ്രാക്ടീസ് ചെയ്യും, പുസ്തകം എടുക്കും, എഴുതും, അഫർമേഷൻ ഇതൊക്കെ ചെയ്യും. പിന്നെ വീണ്ടും പഴയ അവസ്ഥ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സബ് കോൺഷ്യസും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് 2 തരം മനസ്സുകളാണുള്ളത്, ഒന്ന് കോൺഷ്യസ് മൈൻഡും ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും. ഇവിടെയാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. ആക്ഷൻ ഇസ് ബൈ കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിലൂടെയാണ് ആക്ഷൻസ് എടുക്കുന്നത്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ റെസിസ്റ്റൻസ് ആണ് നമ്മളെ 2 ദിവസം കഴിയുമ്പോൾ ഈ പരിപാടി നിർത്തിക്കുന്നത്. ഇതിനെ പറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ പ്രശ്നം എഫേർട്ട് എടുക്കാത്തതല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ മൈൻഡ് നിങ്ങളെ അവിടെ തന്നെ സ്റ്റക്കാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലെ ഡിഫറൻസിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. നമ്മുടെ മനസ്സിൻ്റെ 2 ഭാഗങ്ങളാണത്, കോൺഷ്യസും സബ് കോൺഷ്യസും. 3 ഭാഗങ്ങളുണ്ട്. തൽക്കാലം 2നെ പറ്റി മാത്രമേ ഇവിടെ സംസാരിക്കുന്നു. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. ഇപ്പോൾ കോൺഷ്യസ് മൈൻഡാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതായത്
നിങ്ങൾ ഈ നോർമലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് വിജയിക്കണം, എനിക്ക് പണം വേണം, എനിക്ക് സമാധാനം വേണം, സന്തോഷപരമായ ലൈഫ് വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹം നല്ലോണം ഉണ്ടാവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിസയർ ഉണ്ട്. ഇത് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളാണ്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചെറുപ്പകാലത്ത് മുതൽ ഉണ്ടാക്കി വെച്ച ചില ധാരണകളുണ്ട്. സമൂഹത്തിൽ നിന്ന് നൽകിയ കുറേ ധാരണകളുണ്ട്. പഴയ പരാജയ ഭീതികളുണ്ട്, പരാജയങ്ങളുണ്ട്. കുടുംബത്തിൽ നിന്ന് കേട്ട കുറേ വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് വിജയിക്കണം, നിങ്ങൾ എനിക്ക് ജയിക്കണം എന്ന് പറയാണ്. പക്ഷെ ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്, ഓ ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇതെന്നും ഇങ്ങനെ തന്നെയാണ്, ഇവളോ അത് കൊള്ളത്തില്ല, അവൾക്ക് ഒരു സ്ഥലത്ത് വിജയിക്കില്ല, എവിടെ പോയാലും തോറ്റിട്ട് വന്നോളും. കേട്ടിട്ടുള്ളതാ അല്ലേ? അവിടെ കിടക്കുക സാധനം. നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ആക്സെപ്റ്റൻസ് നമ്മൾ ആലോചിക്കും. സമൂഹം നമ്മൾ വിജയിച്ച ശ്രദ്ധിച്ചിട്ടേ, പണ്ടൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ എന്താ മാർക്ക് ഏറ്റവും വാങ്ങിച്ചിട്ടുണ്ടാകും സമൂഹത്തിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഗ്നിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സമൂഹം നമുക്ക് ഒരു തരത്തിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വിജയിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ആരും പലരോടും പറയണ്ട, കാരണം നമുക്ക് വലിയ വാല്യൂ കിട്ടില്ല എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ മണവുമായി ബന്ധപ്പെട്ട് ഒരു മണി വേണമെന്ന് പറയുമ്പോൾ അപ്പം എഴുന്നേറ്റ് വരും, എന്താണ്? പണം ഉള്ളവൻ സാത്താൻ്റെ സന്തതിയാണ്, അയ്യോ നമുക്ക് കൂടുതൽ പണമൊന്നും വേണ്ട, സമാധാനം ജീവിച്ചാൽ മതിയായിരുന്നുപ്പാ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് ഇന്നെ കൊണ്ട് അപ്പോൾ നമ്മൾ വരുന്നത് വെച്ചാൽ മനസ്സിൽ വരും, എനിക്കിതൊന്നും പറ്റില്ല. മണി എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ കുടുംബക്കാരെ മൊത്തം ഭാഗ്യമില്ലാത്തവരാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴും അമ്മയും അച്ഛനും പറഞ്ഞ കാര്യമാണ്, കുടുംബക്കാരെപ്പോൾ ഒരു ഭാഗ്യമില്ലാത്ത, നമ്മൾ ഭാഗ്യമില്ലാത്തവരാണ് എന്ന് പറയും. അപ്പോൾ ഇത് വരും. ഫാമിലിയിൽ പറയും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, നമ്മളെ കുടുംബത്തിൽ ആരും കലക്ടറായിട്ടില്ല, നമ്മളെ കുടുംബത്തിൽ ആരും വക്കീലായിട്ടില്ല, അതുകൊണ്ട് നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് പറയും. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെയാണ് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വിഷയം നടക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ പഴയ ധാരണകൾ വെച്ചുകൊണ്ട് പിന്നോട്ട് വലിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മാറ്റവുമില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ വിജയിക്കാത്തത് ഫെയ്ത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ്ങിൻ്റെ വിഷയമാണ്. അപ്പോൾ എവിടെയാണ് നമുക്ക് ശരിയായി ഈ മോട്ടിവേഷനുകൾ വർക്ക് ചെയ്യുന്നത്? പല ആളുകൾക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ്. മോട്ടിവേഷൻസ് വീഡിയോസ് കാണും, സെമിനാറുകൾ അറ്റൻഡ് ചെയ്യും, ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കും. എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ ആം നോട്ട് മോട്ടിവേറ്റിംഗ് ഫോർ യു, ഐ ആം നോട്ട് എ മോട്ടിവേറ്റർ. ഞാൻ മോട്ടിവേഷൻ നടത്തുന്നതേയില്ല. കാരണം എന്താ അറിയോ? മോട്ടിവേഷൻ ഏറ്റവും അപകടം എന്ന് വെച്ചാൽ, മോട്ടിവേഷൻസ് വീഡിയോ കാണുക, മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഒരു 3 ദിവസം വരെയൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കും. 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ അതേ ലൈഫ്. കാരണം എന്താണെന്നറിയോ? മോട്ടിവേഷൻ ഈസ് എ ടെമ്പററി ആക്ഷനാണ്, അല്ലെങ്കിൽ ടെമ്പററി ഇമോഷനാണ്. ടെമ്പററി ഇമോഷൻ കൊണ്ട് നമുക്ക് ചേഞ്ചസ് നടത്താൻ പറ്റില്ല. നമുക്ക് വേണ്ടത് പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള പെർമനൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൊബൈലിൽ ഒരു വൈറസ് ഉണ്ടെങ്കിൽ വാൾപേപ്പർ ചേഞ്ച് ചെയ്താൽ ഫോണിൻ്റെ വൈറസ് പോകുമോ? കാണുമ്പോൾ ലുക്കായാലും പുറത്തെ കവറൊക്കെ മാറ്റി വാൾപേപ്പറൊക്കെ ചേഞ്ച് ചെയ്തു, അതിനകത്തൊരു സാധനം പോവും? പോവില്ല. അതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാതെ നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മിക്ക ആളുകൾക്കും സക്സസ് എന്ന് പറയുന്നത് ഒരു ഭയമുള്ള കാര്യമാണ്. കാരണം എന്താ അറിയോ?
അവർ പറയുന്നത് ഇങ്ങനെയാണ്, സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പോൾ ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവും. ഇത് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെയായിരുന്നു സ്ഥിരം പറഞ്ഞത്, ഓ ഇത്രയൊക്കെ മതിയെന്ന്, ഇതിലൊക്കെ കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും, പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഒരാളുണ്ട്. നിങ്ങൾക്കറിയാം ആളെ? ഒരു 6-8 വർഷം മുമ്പ് ഇതുപോലെ പറഞ്ഞ് നടന്നിരുന്ന ആളാണ്. ആളെ അറിയുമെന്ന് പേരൊന്ന് ടൈപ്പ് ചെയ്യാവോ നിങ്ങൾ താഴെ? നിങ്ങൾ എവിടെയെങ്കിലും ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ എത്ര പേർക്ക് അറിയാവുന്ന. ഞാൻ ഈ പറഞ്ഞതെല്ലാം അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, പുതിയതായിട്ടൊന്നുമില്ല. പേര് തന്നെ പറഞ്ഞോ, ദിനേശ് മുങ്ങത്ത്. ഇപ്പോൾ അന്ന് ദിനേശ് കുമാർ, ഇന്ന് ദിനേശ് മുങ്ങത്ത്, ഇപ്പോൾ ഡോക്ടർ ദിനേശ് മുങ്ങത്ത്. മാറ്റി പറഞ്ഞു, ഇതാണ് മാറ്റം. അതിലുള്ള വലിയ മാറ്റം. പണ്ട് ദിനേശ് കുമാറായിരുന്നു. അത് കേൾക്കുമ്പോൾ അത് വേണം പേര്. പിന്നെ മാറ്റി കുറച്ചും കൂടി ഡിഗ്നിറ്റി കൂട്ടാൻ. അത് കഴിഞ്ഞിപ്പോൾ ഡോക്ടറും കൂടി ആയപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങളെ പഠിപ്പിക്കാം. കാരണം അനുഭവത്തിനാണ് ഈ പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ പറയും, ഓ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വയ്യ, വേണ്ട, നമ്മളിപ്പോൾ കംഫേർട്ടാണ്, ഇങ്ങനെ പോയാൽ മതി. എന്താ അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം. അതായത് അവിടെ സംഭവിക്കുന്നത്, നിങ്ങളാരും തോൽവിയെ ഭയന്നിട്ടല്ല. ഭയം തോൽവിയല്ല, ഭയം മറ്റൊന്നിനെയാണ്. എന്തിനാണ്? മാറ്റത്തെയാണ് ഭയം. മാറാൻ ഞാൻ തയ്യാറല്ല. ഞാൻ തോക്കൊന്നുമില്ല, പക്ഷെ ഞാൻ മാറില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായിരിക്കുക. ഞാൻ ചെറിയൊരു എക്സസൈസും കൂടി തരാം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്, അത് ആർക്കും ഇല്ല എന്ന് പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സസൈസും കൂടി തരാം. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മുടെ കോഴ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള കോഴ്സുകളിൽ മനസ്സിനെ മാറ്റുന്നതിലും സക്സസ് വരെയുള്ള നമ്മുടെ കോഴ്സിൻ്റെ ഒക്കെ, അതായത് ഇപ്പോൾ സക്സസിനെ പറഞ്ഞപ്പോൾ കൃത്യമായി പറഞ്ഞു, നമ്മുടെ എല്ലാ പ്ലാനുകളും ഇങ്ങനെയാണ്. നമ്മൾ 6 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മുടെ കോഴ്സുകളെല്ലാം പോകുന്നത്. 6ാമത്തെ സ്റ്റെപ്പാണ് ജേണി ടു സക്സസ് എന്ന് പറയുന്നത്, ജീവിതത്തിലെ ആ സക്സസ്സിലേക്കുള്ള യാത്ര. അതിനു മുമ്പ് നമ്മളൊന്ന് മനസ്സിനെ ഒന്ന് മാറ്റണം, നമ്മളെ മനസ്സിനൊന്ന് മനസ്സിലാക്കണം, ട്യൂൺ യുവർ മൈൻഡ്. എന്നിട്ട് ആ മനസ്സിൻ്റെ മാസ്റ്ററായി മാറണം, മാസ്റ്റർ യുവർ മൈൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പിനെസ് ഒന്ന് ഫീൽ ചെയ്യണം. എങ്ങനെയാണ് കീ ടു ഹാപ്പിനെസ് എടുത്തിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു സിസ്റ്റം ഉണ്ട്. ജേണി ടു ഹാപ്പിനെസ്സിൽ കിടക്കണം. ജേണി ടു ഹാപ്പിനെസ് കിടക്കുമ്പോഴേക്കും നമുക്ക് മറ്റൊരു സംശയമുണ്ട്, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു വലിയ വിഷയം, ഇമോഷണൽ ഡീടോക്സിക്കേഷൻ, ഇമോഷണൽ മാസ്റ്ററിങ് എന്ന് പറയുന്ന കോഴ്സ്. ഇമോഷണൽ മാസ്റ്ററിങ് കോഴ്സ് ഉടനെ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പുറത്തുള്ള ആൾക്കും പഠിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളൊക്കെ ഇമോഷണൽ മാസ്റ്ററിങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, ആണുങ്ങൾക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ആണുങ്ങളുടെ ഇമോഷൻസ് വേറെ രീതിയിലാണ്. പെണ്ണുങ്ങളുടെ ഇമോഷൻസ് കൃത്യം മാസ്റ്റർ ഇല്ലെങ്കിൽ അത് വീട്ടിനകത്ത് ഈവൻ ദോശ ചുടുമ്പോഴും അത് സംഭവിക്കും. ആണുങ്ങൾ വന്ന് പോയി കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകും, അതുകൊണ്ട് വിഷയമില്ല. പക്ഷേ സ്ത്രീകളുടെ ഇമോഷൻസ് മാറിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ മൊത്തത്തിൽ വിഷയം ഉണ്ടാകും. അപ്പോൾ ഇമോഷണൽ മാസ്റ്ററിങ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ നെക്സ്റ്റ് വീക്ക് ചെയ്യുന്നുണ്ട്. അത് പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഓൾറെഡി ഉണ്ട്, സെപ്പറേറ്റ് വേണമെങ്കിൽ ആൾക്കാർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കീ ടു ഹാപ്പിനെസ് കഴിഞ്ഞ് ഇമോഷണൽ മാസ്റ്ററിങ് ചെയ്യണം. ചെയ്തിട്ട് ജേണി ടു ഹാപ്പിനെസ്സിലേക്ക് പോവുക, അവിടെ നിന്ന് ജേണി ടു സക്സസ് പോവുക. ഇതാണ് ടോട്ടലായിട്ടുള്ള നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റം. അവസാനം സക്സസ്സിനപ്പുറത്തേക്കാർക്കും പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സക്സസ് ആണ് അൾട്ടിമേറ്റ് ആയിട്ട് ഒരാൾക്ക് ആവശ്യമുള്ളത്. ആ സക്സസ് വരെയുള്ള ടോട്ടൽ ജേണി നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി പോവുക. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസിലേക്ക് വരാം. ഇത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിൽക്കുക. നമ്മൾ ഓരോ ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സെഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ പണവുമായി ബന്ധപ്പെട്ട ടോട്ടലി ഡിഫറെൻ്റ് ആണ്, സെക്ഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതായിട്ട് ബന്ധ പോസ്റ്റുകളൊക്കെ നിങ്ങൾ കാണാം. അപ്പോൾ അത് വേറെ ചെയ്തോളാം. പണവുമായി ബന്ധപ്പെട്ട് ലോ ഓഫ് അട്രാക്ഷൻ, അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ ഇന്നുള്ള പ്രാക്ടീസ് പറയാൻ പെട്ടെന്ന് ആ പ്രാക്ടീസ് നിങ്ങൾ എടുത്തുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രാക്ടീസാണ്. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ഒരു എക്സസൈസ് ചെയ്യുക.
അതിങ്ങനെയാണ്: ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക, 3 കാര്യങ്ങൾ എഴുതുക. വളരെ സത്യസന്ധമായിട്ട് എഴുതണം. അത് കണ്ടീഷനാണ്. വളരെ സത്യസന്ധമായിട്ടിരിക്കും നിങ്ങൾ എഴുതുമ്പോൾ. നിങ്ങൾക്ക് സത്യസന്ധത ഇല്ലെങ്കിൽ ഇത് വർക്കാവില്ല. അതുകൊണ്ട് ലൈഫ് ചേഞ്ച് ആവണം എന്നുള്ള പൂർണ്ണമായ തീരുമാനമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി, അല്ലാത്തവരിന് വേണ്ടി സമയം മെനക്കെടുത്തണം. എനിക്കൊരു മാറ്റം വേണമെന്നറിയുന്നവർക്ക് മാത്രം 3 കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമത് നിങ്ങൾ എഴുതേണ്ടത്, എനിക്ക് ജീവിതത്തിൽ ശരിക്കും എന്താണ് വേണ്ടത്, വാട്ട് ഐ വോണ്ട് ഇൻ മൈ ലൈഫ്. ഇത് വളരെ കൃത്യമായി നിങ്ങൾ വളരെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും ഗോൾ സെറ്റിങ്സിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വിഷൻ ബോർഡ്, ലക്ഷ്യമില്ലാത്ത യാത്ര അർത്ഥശൂന്യമാണ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് എന്ത് ശരിക്ക് വേണമെന്ന്. രണ്ടാമത്തത്, എനിക്കത് കിട്ടാത്തതിൻ്റെ കാരണം ഇപ്പോൾ എന്താണ്, വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ടു മീ. റീസൺ നിങ്ങൾ എന്ത് എക്സ്പ്രഷൻ എന്ത് നിങ്ങൾ എഴുതിക്കോ, അത് നിങ്ങൾക്കത് ആത്മാർത്ഥമായി തോന്നിയാൽ മതി. നിങ്ങൾ ഫാബ്രിക്കേറ്റഡ് ചെയ്യേണ്ട, ആരോ പറഞ്ഞു കേട്ട വേണ്ട. നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് തോന്നുന്നു, അത് എഴുതുക. മൂന്നാമത്തത്, എന്താണ് അത് കിട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പഠിച്ചത് PhD കംപ്ലീറ്റ് ആവണമെങ്കിൽ എൻ്റെ ഫാമിലി മാറ്ററിലാണ് വിഷയം എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ നെഗറ്റീവ് ബിലീഫ്സ് ഫാമിലിക്കകത്തുള്ള വിഷയങ്ങൾ കൊണ്ടാണ് എനിക്ക് അത് നിങ്ങൾ പറയും അല്ല അത് പോസിറ്റീവാണ് എന്ന് പറയും. പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്. ആ നെഗറ്റീവ് അതിന് മോശമായി കരുതണ്ട, അതും ആവശ്യമാണ്. പക്ഷെ അത് ആണ് ഇതിൻ്റെ വിശ്വാസം. നിങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ അത് കറക്റ്റായിരിക്കണമെന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ്? ഇവിടെയാണ് നിങ്ങളുടെ ചേഞ്ച് തുടങ്ങുന്നത്. ഇനി നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒരു ദിവസം കൊണ്ട് തീരില്ല. നിങ്ങൾ 4-5 ദിവസം കൊണ്ട് 5-6 ദിവസമൊക്കെ മാറി 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 എഴുതും, അപ്പോഴേ ക്ലാരിറ്റി വരുള്ളൂ. നിങ്ങളൊരു കാര്യം 7 ദിവസത്തെ പ്രാക്ടീസ് ആയത്, 7 ദിവസം എല്ലാ ദിവസവും ഇതിങ്ങനെ എഴുതുക. എന്നിട്ട് 8ാമത്തെ ദിവസം നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു അവെയർനെസ്സാണ് നമ്മുടെ ലൈഫിനെ മാറ്റാൻ പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എഴുതി കഴിയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരും. പിന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി വന്നാലാണ് അടുത്ത സെഷൻസിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആരും ഇമോഷണലി ബ്രോക്കൺ ആയിട്ടുള്ള ആളൊന്നുമല്ല, നിങ്ങൾ വീക്കുമല്ല. പക്ഷേ നമ്മുടെ മൈൻഡിൻ്റെ തെറ്റായ പ്രോഗ്രാമുകളാണ് നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും റീസെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ അതിന് ആദ്യം വേണ്ടത് അവെയർനെസ് എന്ന് പറയുന്ന സാധനം, രണ്ടാമത് വേണ്ടത് പ്രാക്ടീസ്, മൂന്നാമത് നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് വേണം, നാലാമതായി നിങ്ങൾക്ക് വേണ്ടത് അലൈൻമെൻറ്റ്. ഈ 4 കാര്യങ്ങൾ നിർബന്ധമായി ഉണ്ടായാൽ മാത്രമേ ഇതിലെത്തുള്ളൂ. ഇതാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അവെയർനെസ്സിന് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സുകളും നൽകുന്നത്, പ്രാക്ടീസിന് വേണ്ടിയിട്ട് എല്ലാ സെഷനുകളും നമ്മൾ നൽകുന്നുണ്ട്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ തരുന്നുണ്ട്. അലൈൻമെൻറ്റ് നിങ്ങളുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അലൈൻമെൻറ്റിൻ്റെ സിസ്റ്റം പറഞ്ഞു തരാൻ പറ്റും, അത് അവരവരെ അലൈൻമെൻറ്റ് ഓട്ടോമാറ്റിക്കായി സംഭവിക്കേണ്ട കാര്യമാണ്. അലൈൻമെൻറ്റ് അത് നമുക്ക് കൊണ്ടുവരുന്ന സാധനമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എത്രയാണ്, മൈൻഡ് റീപ്രോഗ്രാമിങ്, സബ് കോൺഷ്യസ് ഹീലിംഗ്, അല്ലെങ്കിൽ ഇമോഷണൽ റീസെറ്റ്, ലൈഫ് അലൈൻമെൻറ്റ് ടെക്നിക്കുകളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ക്ലാസ്. അപ്പോൾ നമ്മുടെ ജീവിതം സ്റ്റക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ജേർണിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം. അപ്പോൾ ഇവിടെയാണ്, കാരണം നമ്മുടെ ജീവിതം മാറ്റാനുള്ള പവർ എന്ന് പറയുന്നത് ഇപ്പോഴും ഉള്ളത് നമ്മുടെ കൈകളിൽ മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ടൊരു ക്ലാരിറ്റി വരുത്തുക. ഈ ക്ലാരിറ്റി വരുത്തുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഈ ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മളെ സ്റ്റക്കായി അവിടെ നിൽക്കുന്നതാണ് പറയാനുള്ളത്. അപ്പോൾ അതിന് കുറേ ഘടകങ്ങളുണ്ട്. ആദ്യം ഒന്ന് ഇതിങ്ങനെ ശ്രമിച്ചു നോക്കുക. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് അതിന് വേറെ ടെക്നിക്കുകളുണ്ട്. പലർക്കും പല വിഷയങ്ങളായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം പല ഫാമിലി മാറ്റേഴ്സിലും പല സൊസൈറ്റിയിലും പല രീതിയിലേക്ക് ജനിച്ചു വളർന്നു. അപ്പോൾ എല്ലാവരും ഒരേപോലെ എന്നൊന്നും പറയാൻ പറ്റില്ല. പലർക്കും പല അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കണം, എൻ്റെ അവസ്ഥ ഇതാണ്. സോ നിങ്ങൾക്ക് സപ്പോർട്ട് വേണോ, അതിവിടെ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കണോ, അതിവിടെ ഉണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണോ, അതിവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്ന പ്രക്രിയകളുള്ളൂ. എല്ലാം നിങ്ങളുടെ മനസ്സ് വിചാരിച്ചാൽ നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മാറ്റി വന്നതുകൊണ്ടാണ് നിങ്ങൾ ധൈര്യപൂർവ്വം പറയുന്നത്. ദാറ്റ്സ് ഓൾ നൗ ടുഡേ സെക്ഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.